നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ സ്വാഗതം. യുക്തിയും നിരീക്ഷണവും. പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ ഇന്നത്തെ നിരീക്ഷണം ഒരു സിനിമയെ പറ്റിയാണ്. സിനിമയാണല്ലോ ഇപ്പോൾ മൊത്തത്തിലുള്ള ചർച്ച. പിന്നെ ഒരു പ്രത്യേക കാര്യം, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരായിട്ട് ഈ പരിപാടിക്ക് യാതൊരു ബന്ധവുമില്ല. ബന്ധം തോന്നിയാൽ അത് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ മാത്രം പ്രശ്നമാണ്. ശരി, കാര്യത്തിലേക്ക് കിടക്കാം. ആബാലവൃത്ത ജനങ്ങളെയും വിഡ്ഢികളാക്കുന്ന ചില മാർക്കറ്റിംഗ് തന്ത്രങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് പ്രയോഗിക്കുകയും വിജയം കാണുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം വരുന്നു. അതിന്റെ പ്രിവ്യൂ കണ്ടതിന് ശേഷം, നോട്ട് ദ പോയിന്റ്, അതിന്റെ പ്രിവ്യൂ കണ്ടതിന് ശേഷം അണിയറ പ്രവർത്തകർക്ക് മനസ്സിലാകുന്നു ഇത് തിയേറ്ററിൽ നിൽക്കൂല, മൂക്കും കുത്തി വീഴും. ക്യാഷ് മുടക്കിപ്പോയില്ലേ, ക്യാഷ് തിരിച്ചു പിടിക്കണമല്ലോ, എന്തു ചെയ്യും? പിന്നെ കൂലങ്കക്ഷിയുമായി ചർച്ചയ്ക്ക് ശേഷം തീരുമാനത്തിലെത്തുന്നു, ഈ ക്യാഷ് എങ്ങനെയും തിരിച്ചു പിടിക്കണം. അതിനൊരൊറ്റ കാര്യം ചെയ്താൽ മതി. എന്താ? മതവും രാഷ്ട്രീയം, ഈ രണ്ട് കാറ്റഗറി പിടിച്ച് ഒരു കോൺട്രവേഴ്സി അഴിച്ചുവിടുക, പിന്നെ എല്ലാം ശുഭം. അങ്ങനെ സിനിമയുടെ അണിയർ പ്രവർത്തകർ അതിനുള്ള പരിശ്രമങ്ങൾ തുടങ്ങി. പ്രൊഡ്യൂസർ വീണ്ടും ഒരു 25 കോടി മുടക്കുന്നു. ആ 25 കോടിയിൽ പകുതി പണവും ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടിലേക്ക് വിദേശത്തു നിന്ന് വന്നു എന്നാണ് ഒരു കിംവദന്തി. എന്നിരുന്നാലും ബാക്കിയുള്ള പൈസ ഇവിടുത്തെ സാമൂഹിക നിരീക്ഷകര്, സാംസ്കാരിക നിരീക്ഷകര്, മുഖ്യധാര മാധ്യമങ്ങള്, മഞ്ഞപ്പത്രങ്ങള്, ഓൺലൈൻ മീഡിയകൾ എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി. അങ്ങനെ ആ ദിവസം വന്നു, സിനിമ റിലീസായി. ആദ്യ ഷോ കഴിഞ്ഞു. ഫാൻസ് അസോസിയേഷന്റെ വീരയോദ്ധാക്കള് വാനോളം പൂഴ്ത്തിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഘോരഘോരം സിനിമയെപ്പറ്റി ഘോഷിക്കുന്നു. രണ്ടാമത്തെ ഷോ കഴിഞ്ഞപ്പോൾ അണിയറ പ്രവർത്തകർക്ക് കാര്യം മനസ്സിലായി, സംഭവം കഴിഞ്ഞു പോയി. അവർ പ്രതീക്ഷിച്ച പോലെ തന്നെ. പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പൊ തന്നെ ഫോൺ എടുത്തു. സെറ്റാക്കി വെച്ചിരുന്ന നമ്മുടെ കുപ്പിയിലെ ഭൂതം, അതിനെ തുറന്നു വിടാൻ വേണ്ടിയിട്ട് പൈസ മേടിച്ചവർക്കും എല്ലാം ഫോൺ ചെയ്തു. റെഡി ആയിട്ടിരുന്നോ, നാളെ മുതൽ നമ്മുടെ പണി തുടങ്ങാൻ പോവാണ്. ഓക്കെ, സെറ്റ്. അങ്ങനെ കാശ് മേടിച്ച സൈന്യം യുദ്ധത്തിന് തയ്യാറായി. പിറ്റേന്ന് നേരം വെളുത്തു തുടങ്ങി. ഒരു കൂട്ടർ പറഞ്ഞു, ഈ ചിത്രം ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ്, ഞങ്ങളെ കരിവാരത്തേക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ. കേട്ട പാതി കേൾക്കാത്ത പാതി. അടുത്ത കൂട്ടർ പറഞ്ഞു, ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, ഞങ്ങൾ തല മുതൽ വാല് വരെയുള്ളവര് ഈ സിനിമ കാണും, തടുക്കാൻ പറ്റുന്നവർ തടുക്കട്ടെ. അങ്ങനെ ചാനലുകൾക്ക് ചാകരിയായി. ഇന്നേ വരെ സിനിമയുടെ ഒരു പോസ്റ്റർ പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാര് ചാനലിൽ വന്ന് ഘോരഘോരം പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് ഇരച്ചു കയറി. തിയേറ്റർ എല്ലാം ഹൗസ്ഫുൾ. പക്ഷെ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർക്ക് ഒരു സംശയം, ഇവരെല്ലാം കൂടെ പറയുന്ന പോലെ ഈ സംഭവം സിനിമയെ കാണാനില്ലല്ലോ. അങ്ങനെ വീണ്ടും നെഗറ്റീവ് കമന്റ്. അപ്പോഴേ അണിയറ പ്രവർത്തകരുടെ വക അടുത്ത പ്രകടനം, ക്ഷമ പറച്ചില്, ഖേദം, മാപ്പ്, അങ്ങനെ പലതും. പക്ഷെ ആ മാർക്കറ്റിംഗ് വലിയ ഫലം കണ്ടില്ല, ചീറ്റിപ്പോയി. എന്നാൽ പിന്നെ അവസാനത്തെ വജ്രായുധം എടുത്തു. അത് മാരകായുധം, കത്രിക. മുമ്പ് സിനിമാ വെട്ടുകാരന് കൊടുത്തപ്പോ പുള്ളി ഇരുന്ന് ഉറങ്ങി, അന്നേരം സിനിമ കണ്ടില്ല പോലും. അതുകൊണ്ടാണ് ഒന്നുകൂടി സിനിമാ വെട്ടുകാരന്റെ മുമ്പിലേക്ക് സിനിമ എത്തേണ്ട വന്നത്. എന്നിരുന്നാലും സിനിമ വെട്ടുകാരന് കൊടുക്കുന്നതിന് മുമ്പ് ഇതിന്റെ അണിയറ പ്രവർത്തകർ പ്രേക്ഷകരോട് പറഞ്ഞു, നിങ്ങൾക്ക് മുറിച്ചത് കാണണോ മുറിക്കാത്തത് കാണണം? മുറിക്കാത്തത് കാണണമെങ്കിൽ ഇപ്പൊ തന്നെ വണ്ടിയും വിളിച്ച് വിട്ടോ തിയേറ്ററിലേക്ക്. ഇനി അതെല്ലാം മുറിച്ചത് 2 ദിവസം കഴിയുമ്പോൾ തിയേറ്ററിൽ വരും. കേട്ട പാതി കേൾക്കാത്ത പാതി ഇതേ പിന്നെയും ജനങ്ങൾ ഇരച്ച് തിയേറ്ററിലേക്ക്, പിന്നെയും ഹൗസ്ഫുൾ. അങ്ങനെ പ്രൊഡ്യൂസർക്ക് സമാധാനമായി. മുടക്കിയ മുതലും അതിന്റെ ലാഭവും ഒറ്റയടിക്ക് കിട്ടി. അങ്ങനെ പവനായി ശവമായി. ശങ്കരൻ പിന്നെയും തെങ്ങി തന്നെ, പൊതുജനം പിന്നെയും കഴുത. ഇത് സിനിമാ മേഖലയിൽ ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഒരു ലേഡി പാൻറ്റീസിന്റെ കളറിന്റെ പേരിൽ 1000 കോടി കടന്ന സിനിമ വരെ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്ത്? കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ പോലെ ദീപസ്തംഭ മഹാശ്വര്യം എനിക്ക് കിട്ടണം പണം. നമുക്ക് ഇന്നത്തേക്ക് പിരിയാം. യുക്തി നിരീക്ഷണവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഗുഡ് ബൈ.